to our channel Explore with Sherry. എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടോ? നമ്മുടെ ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് ഒക്കെ എല്ലാവരും കൊടുത്തോ? വെരി ഗുഡ്. എനിക്ക് കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തതും നിങ്ങൾ കൊടുക്കുന്നതൊക്കെ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ സംഭവമായിട്ടാണ്. എന്താണെന്നല്ലേ, നമ്മുടെ ബെഡ്റൂമും ലിവിങ് റൂമും ഒക്കെ നല്ല ഡെക്കറേറ്റീവായിട്ട് വെക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അത് വലിയ ചേച്ചിമാരും ഉമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒന്നുമല്ല. ഇത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് കളർ പേപ്പേഴ്സ് വേണം. കണ്ടോ, ഡിഫറെൻറ്റ് കളർ പേപ്പേഴ്സ് വേണം. ഫോം ബോർഡ് വേണം. ഇനിയിപ്പോൾ ഫോം ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കാർഡ്ബോർഡ് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, പിന്നെ ബ്രഷ് വേണം, ബ്ലാക്ക് പെയിൻറ്റ്, പിന്നെ ഗ്ലൂ. ഇത്ര സാധനങ്ങൾ മാത്രം മതി നമുക്ക് നല്ല സൂപ്പർ ഒരു വാൾ ഡെക്കറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? നമ്മൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈസ് വേണം. നമ്മളെ കളർ പേപ്പേഴ്സ് കൊണ്ടുണ്ടാക്കിയ കുറച്ച് ബട്ടർഫ്ലൈസ്. ഓക്കെ, കണ്ടോ, ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് നമ്മുടെ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമ്മൾ ഒരു ഹാഫ് ബട്ടർഫ്ലൈനെ വരയ്ക്കും. നമ്മളിങ്ങനെ ഹാഫ് ബട്ടർഫ്ലൈനെ വരച്ചിട്ട് ഇനി ഈ ഹാഫിനെ നമ്മൾ കട്ട് ചെയ്യും. ഹാഫാക്കിയല്ല കട്ട് ചെയ്യുക. നമ്മളിതെടുത്തിട്ട് കട്ട് ചെയ്യാം. ഈ ഭാഗത്ത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. കണ്ടോ, നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഡിഫറെൻറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈകൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. പക്ഷേ എല്ലാം ഒരേ സൈസ് ആവാൻ ശ്രദ്ധിക്കണേ. എപ്പോഴും എല്ലാ ബട്ടർഫ്ലൈസും കണ്ടോ, ഇവിടെ ഞാൻ വെച്ചേക്കുന്ന എല്ലാ ബട്ടർഫ്ലൈസും സെയിം സൈസാണ്. അത് അങ്ങനെ ആവാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ സെയിം സൈസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വരച്ച അതേ ബട്ടർഫ്ലൈ വെച്ചിട്ട് അടുത്ത എല്ലാ ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ടും ട്രേസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്യുക. കണ്ടോ, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതുപോലെ ഇതും കട്ട് ചെയ്യുക, ഇത് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ അപ്പോൾ ബട്ടർഫ്ലൈ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അമ്മൻ്റെ അടുത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ബുക്സിൽ നിന്ന് പിന്നെ സ്കെച്ച് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫോണിൽ നിന്ന് നോക്കി വരയ്ക്കാം. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നമ്മുടെ ഫോം ബോർഡില്ലേ അതിൽ നമ്മളൊരു ട്രീ വരയ്ക്കാം. ഓക്കെ, നമുക്കിതാ ഒരു ട്രീ നമുക്ക് വരയ്ക്കാം, പെയിൻറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി എന്ത് വേണം? ഇനി നമ്മൾ എടുത്ത് വെച്ച ബട്ടർഫ്ലൈസ് എടുക്കുക. അതെടുത്തിട്ട് ഈ ബട്ടർഫ്ലൈസിന് നമുക്കൊരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം.
എവിടെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിങ്സ് മാത്രം ഫോൾഡ് ചെയ്യുക, ബോഡി ഫോൾഡ് ചെയ്യരുത്. ഓക്കെ, കണ്ടോ ഇതുപോലെ ഈ സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യുക, ഈ സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇതാ ഏകദേശം ഇതാ ഇങ്ങനെ വരും. കണ്ടില്ലേ? ഇനി നമ്മൾ ഈ ബോഡിയുടെ ഈ അടിയിൽ നമ്മൾ ഗ്ലൂ ആക്കണം. എന്നിട്ട് നമ്മളിത് 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഒട്ടിക്കാം. അപ്പോൾ ഇതാ ഇനി നമ്മളെ ബട്ടർഫ്ലൈ ഇതിൽ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ബോഡി ഭാഗത്ത് മാത്രം നമ്മൾ ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത്, ഗ്ലൂ ആണ്. എന്നിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഭാഗം മാത്രം, ആ ബോഡി ഭാഗം മാത്രം. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നിൽക്കും, കണ്ടില്ലേ? നമുക്ക് വേറെ കളർ എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബട്ടർഫ്ലൈസിനെല്ലാം അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലത്തെ പേപ്പർ പിന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാളിൽ ഹാങ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.